ഈ സ്വർണ്ണക്കൊള്ളയും അതുപോലെ ആഗോള അയ്യപ്പ സംഗമവും ഒക്കെ വലിയ വിവാദമായി നിൽക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. എന്തിനു വേണ്ടി നടത്തി, ആർക്ക് വേണ്ടി നടത്തി, അങ്ങനെ ഒന്നുമില്ലല്ലോ. പിണറായി സർക്കാരിന് മാത്രം വേണ്ടിയിട്ട് നടത്തിയൊരു പരിപാടിയാണ്, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നുമല്ല നടത്തുന്നത്. കണക്ക് അതായത് ഒത്തിരി പൈസ ചിലവായി കാണും, അത് കാണുമ്പോൾ അറിയാമല്ലോ. പക്ഷെ ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലാണ് അവിടുത്തെ ആ സമീപനം. അതിലെന്തൊക്കെയോ ഒരു ദുരൂഹതകൾ തോന്നുന്നുണ്ട്. ഭരിക്കാൻ കയറിയവർ അവരിഷ്ടം പോലെ ചെയ്യുന്നു. അതിന് പൊതുജനങ്ങൾക്കൊന്നും അഭിപ്രായം പറയാൻ ഒക്കത്തില്ല. 5000 പേര് വിളിച്ചാൽ ഇപ്പോൾ 300 പേരെ കല്യാണത്തിന് വന്നിട്ടുള്ളൂ. അതിൽ ഈ 5000 പേരുടെ പൈസ കൊടുക്കണോ? പിന്നെ ആ പൈസ കൊടുത്തല്ല പറ്റുള്ളത്. പിന്നെ അത് എങ്ങനെ തട്ടിപ്പ് വരുന്നത്? അയ്യപ്പൻ്റെ സ്വത്ത് പോയത് അത് ഏറ്റവും അങ്ങേറ്റത്തിൽ തന്നെ. 1 രൂപ ഉള്ളതിലും ആ 1 രൂപ കൊണ്ടുവന്ന് ആ കാണിക്കാൻ വഞ്ചിയിൽ ഇട്ടോണ്ടില്ലയോ ഇവർക്ക് അത് മോട്ടിക്കാൻ ഒത്തും. ഇതിനകത്ത് ശരിക്കും അഴിമതി തന്നെ നടന്നിട്ടുണ്ട്. വൻ തട്ടിപ്പാണ്. രാഷ്ട്രീയ മുതലും എല്ലാം കൊളാബറേഷനാണ്. ഇത് മൊത്തം പിന്നെ കൊള്ള തന്നെയാണ്. ഇതുവരെ ഞങ്ങളാരും തൃപ്തരല്ല. ഇത് ഇലക്ഷൻ്റെ സ്റ്റണ്ടാണ്. പിന്നെ പുണ്യമായ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നത് പറഞ്ഞാൽ അത് തെറ്റായ നടപടിയാണ്, തെറ്റായ കാര്യം തന്നെയാണ്. അത് നമ്മളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ഗവൺമെൻറ് ചെയ്തിട്ട് നല്ല കാര്യം ചെയ്യേണ്ടതായിരുന്നു. തീർച്ചയായും അവർ ചെയ്ത് തെറ്റ് തന്നെയാണ്. ഈ അയ്യപ്പൻ്റെ മുതലൊക്കെ കട്ടുകൊണ്ട് പോകുന്ന ഒക്കെ ചെയ്യുന്നത്. സംഗമം നടത്തിയാലും കക്കണവൻ കക്കും. ഇതിനെ കൈയിട്ട് വരികയാണ് ഇപ്പം എന്തായാലും ഉള്ളത്. മനുഷ്യത്വം നീചമായിട്ടുള്ള പരിപാടി. ഭഗവാനെയും കൊള്ളയടിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർ ജീവിതത്തിൽ ഇവിടെ ഇരുത്താൻ പാടില്ല. അയ്യപ്പ ഭക്തർ ഉൾപ്പെടെയുള്ള ജനത്തിന്റെ പ്രതികരണമാണ് കേട്ടത് ഈ വിഷയത്തിൽ.